യൂറോയുടെ മഹോന്നത വേദിയിൽ നിന്നും ഒരുപറ്റം ആരാധകരെ നിരാശയിലാഴ്ത്തി മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യ പുറത്തേക്ക്. തുടർച്ചയായി 2 ലോകകപ്പിലും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെച്ചവർ 2024 യൂറോയിൽ മികച്ച 3-ാം സ്ഥാനക്കാരിൽ പോലും ഇടം നേടാനാവാതെ കളം വിട്ടിരിക്കുന്നു. കേവലം ചെറിയ ജനസംഖ്യയിൽ നിന്നും ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്ക് കുതിച്ചെത്തി കാൽപന്ത് കൊണ്ട് വിസ്മയം തീർത്തവരാണവർ. 2018 ലോകകപ്പിൽ ആരാലും വില കൽപ്പിക്കാതിരുന്ന ഒരു കുഞ്ഞൻ ടീം ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കഥയുണ്ട്. ഇതിഹാസങ്ങളായ ലൂക്ക മോഡ്രിച്ചും റാക്കിഡിച്ചും മാൻസൂക്കിച്ചുമെല്ലാം പടുത്തുയർത്തിയത് ആ ജനതയുടെ സ്വപ്നങ്ങളായിരുന്നു. ഗ്രൂപ്പ് ഘട്ടം പോലും കടക്കാതെ പുറത്താകുമെന്ന് എഴുതി തള്ളിയവർക്ക് മുമ്പിലൂടെ പല വൻമരങ്ങളെയും കടപുയക്കി ക്രൊയേഷ്യ ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് ഒരു തേരോട്ടം നടത്തുന്നുണ്ട്. ചെറിയ രാജ്യത്തിൽ നിന്നും ലോകം മൊത്തം ശ്രദ്ധിക്കുന്ന കലാശപ്പോരിലേക്ക് ക്രൊയേഷ്യയെ കൈപ്പിടിച്ചു നടത്താൻ അവരുടെ നായകന് സാധിക്കുന്നുണ്ട്. 2022 ഖത്തർ വേൾഡ് കപ്പിലും സെമി വരെ ടീമിനെ മുന്നിൽ നയിക്കാൻ മോഡ്രിച്ചിനായിട്ടുണ്ട്. തൻ്റെ കരിയറിലെ അവസാന സമയത്ത് പോലും ക്രൊയേഷ്യക്ക് സർവ്വതും നൽകി കളിക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. പ്രായം വല്ലാതെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ക്രോട്ട് മധ്യനിരയിലെ നെടുന്തൂണായി അവരുടെ നായകനായി ഇനി അയാൾ എത്ര നാൾ ഉണ്ടായിരിക്കും എന്നറിയില്ല. എന്നിരുന്നാലും ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്നൊരു രാജ്യത്തെ അത്രമേൽ പോപ്പുലാരിറ്റി ആയതിൽ വലിയ പങ്ക് മോഡ്രിച്ച് വഹിക്കുന്നുണ്ട്. രാജ്യത്തിന് വേണ്ടിയായാലും ക്ലബിന് വേണ്ടിയായാലും അയാൾ എടുക്കുന്ന എഫേർട്ട് ഒട്ടും ചെറുതല്ല. 39ലും യൂറോപ്പിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായി നിലകൊള്ളാൻ അയാൾക്ക് ഇന്നും സാധിക്കുന്നുണ്ട്. ക്ലബ് ഫുട്ബോളിൽ സർവ്വതും നേടിയപ്പോൾ രാജ്യത്തിനായി ഒരു കിരീടമെങ്കിലും മോഡ്രിച്ച് അർഹിക്കുന്നുണ്ട്. അയാൾക്ക് മുമ്പിൽ ഇനിയൊരു ചാൻസ് ഉണ്ടോ എന്നത് സംശയമാണ്. എന്നിരുന്നാലും ക്രൊയേഷ്യയുടെയും റയൽ മാഡ്രിഡിൻ്റെയും ഇതിഹാസമായി ലോക ഫുട്ബോൾ ജനതയുടെ മനസ്സകങ്ങളിൽ ഒരു നായകനായി മോഡ്രിച്ച് എന്നും ഓർമ്മിക്കപ്പെടും.